നീ വായിക്കോ. ആ പ്രതീക്ഷമായിട്ടുണ്ട് കേട്ടോ. ഇല്ല പ്രതീക്ഷമായിട്ട് രേണുസുതിയിലൂടെ ലിപ്ലോക്ക് നമസ്കാരം, എന്റെ പേര് വിപിൻ. ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഒന്ന് രണ്ട് വിശേഷങ്ങളുണ്ട്, അത് നിങ്ങളോട് ഷെയർ ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ലെറ്റ്സ് ഡാൻസ് ലൈഫ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷൻ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. അപ്പം ഇതാണ് സൂരജ്, നമ്മുടെ ഡയറക്ടറാണ്. പിന്നെ പ്രതീഷിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ സുപരിചിതനാണ്. ഇത് രേണുവിനെയും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, ഞങ്ങളെല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പോ രേണു, പിന്നെ ഇത് ഞങ്ങളുടെ ആങ്കർ തന്നെയല്ല, ഇത് ഞങ്ങളുടെ മെയിൻ ഇപ്പൊ പറഞ്ഞ നമ്മുടെ ഷോർട്ട് ഫിലിമിലെ നായകനാണ്. ഞങ്ങളുടെ സുന്ദരനായ നായകനാണ്. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടെൻഷൻ മാത്രമേ അതെ, ആൾക്ക് ഭയങ്കര എന്തൊക്കെ പറഞ്ഞാലും ആള് പൊടി ആക്ടിങ്ങിലാണ് തകർത്താടി. നിങ്ങൾക്ക് കാരണം അതെ ഞാനും വിപിനും എന്തോ ഒന്നോ രണ്ടോ സീനേ ഉള്ളു തോന്നുന്നു, പക്ഷെ ആ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി. ഞങ്ങള് ഒരു ചെറിയ വേഷമാണ് ഇതിൽ ചെയ്യുന്നത്. നീ വായിക്കോ. ആ പ്രതീക്ഷമായിട്ടുണ്ട് കേട്ടോ. ഇല്ല പ്രതീക്ഷമായിട്ട് രേണുസുതിയിലൂടെ ലിപ്ലോക്ക് ചേച്ചി പക്ഷേ ഷൂട്ടിംഗ് സെറ്റിൽ പോയ സമയത്ത് നമുക്ക് സാധിച്ചു. അങ്ങനെയല്ല ശരിക്കും അതൊരു രസകരമായ ഒരു ഇൻസിഡന്റ് ആണ്. അത് ലൊക്കേഷനിൽ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ശരിക്കും പെട്ടെന്ന് ഇതിലോട്ട് ഇൻവൈറ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ്, പ്രതീഷും രേണുവും. അപ്പൊ ഇതില് ഒരു ദിവസം ഞാൻ ഇങ്ങനെ നമ്മുടെ ലൊക്കേഷൻ നടക്കുന്ന ഒരു വീടുണ്ട്, ആ വീട്ടിലോട്ട് ഇങ്ങനെ വന്ന സമയത്ത് രാവിലെ 7 മണിക്കാണ് ഷൂട്ട്. അപ്പൊ ഞാൻ രാവിലെ 7 മണിക്ക് എത്തി. തലേ ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്റെ ഈ ബാഗ്, എന്റെ കോസ്റ്റ്യൂം എല്ലാം അടങ്ങിയ ബാഗ് ഞാൻ അവിടുത്തെ ബെഡിന് അടിയിൽ വെച്ചേക്കായിരുന്നു. അപ്പൊ അവിടെ ആസ് യൂഷ്വൽ അവിടെ നമ്മുടെ ഓണറുണ്ട്, ഓണറുടെ മോളുണ്ട്, മക്കളുണ്ട്, വൈഫുണ്ട്, എല്ലാവരും താമസിക്കുകയാണ്. അപ്പൊ അടുത്ത ദിവസം രാവിലെ ഞാൻ ഷൂട്ടിങ്ങിലൊക്കെ അവിടെ എത്തിയപ്പോ ഞാൻ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് റെഡിയായി മേക്കപ്പ് ചെയ്ത് നിൽക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാനിത് ഇങ്ങനെ ഓടി വന്ന് റൂമിലോട്ട് വന്ന സമയത്ത് ബെഡിൽ ആര് കിടക്കുന്നു? ബെഡിൽ ഓണറുടെ മോള് കിടക്കുന്നു, കുഞ്ഞു കിടക്കുന്നു. അപ്പോഴാണെങ്കിൽ എനിക്ക് ബെഡിന്റെ അടിയിൽ നിന്ന് എനിക്ക് ഈ ബാഗ് എടുക്കണം. അപ്പൊ ഞാൻ ഇത് കണ്ടിട്ട് താഴെയാണെങ്കിൽ ലൈറ്റ് ക്യാമറ ഡയറക്ടർ അതിന്റെ തിരക്കിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ നമ്മുടെ നിതിൻ അതിലെ അസോസിയേറ്റ് ഡയറക്ടറാണ്. നിതിൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് ഞാനിങ്ങനെ അപ്പൊ 2 വട്ടം ഇങ്ങനെ ഞാൻ സ്റ്റെയർ ഇറങ്ങി നോക്കിയപ്പോ ഇവിടെ ഭയങ്കരമായ ഒരു ഭയങ്കര തിരക്കും കാര്യങ്ങളായിട്ടിരിക്കാം. അപ്പൊ ഈ അടുത്ത് എന്ത് ചെയ്യണമെന്ന് അപ്പൊ ഞാൻ വീണ്ടും മുറിയിൽ പോയപ്പോ കുഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ ആണെങ്കിൽ ഞാൻ ഇതെന്ത് ചെയ്ത് അടി. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ വിചാരിച്ചു അടിയിൽ പോയി പതുക്കെ ഈ പെട്ടി വലിച്ചെടുക്കാന്ന് വിചാരിച്ചു. പെട്ടെന്നായിട്ട് ഈ കുഞ്ഞ് വിളിച്ചിട്ട് പേടിച്ച് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അച്ഛനുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. സ്വന്തമായി മിഷൻ കണ്ണും ആറ്റം ബോംബുകളുള്ള പുള്ളിയാണ്. പുള്ളി എന്നെ അപ്പ അവിടെ പടാക്കും. അത് പേടിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. താഴെ ഇറങ്ങി വരുന്നു, ഡയറക്ടർ നോക്കുന്നു, റെഡി ആവുന്നില്ല. പിന്നെ നിതിൻ ചോദിക്കുന്നുണ്ട്, ചേട്ടാ പോയി മേക്കപ്പ് എന്നുണ്ട്. ഞാനിതാകെ കൺഫ്യൂഷൻ ആയിരിക്കുന്നു. അവസാനം എനിക്ക് ആരെങ്കിലും പറയണം. ഞാനിങ്ങനെ വന്നിട്ട് പറഞ്ഞു, അത് അവിടെ ബെഡില് കുഞ്ഞ് കിടപ്പുണ്ട്, ഓണയുടെ മോൾ കിടപ്പുണ്ട്. അപ്പൊ അയ്യോ ആണോ എന്ന് പറഞ്ഞപ്പോ തന്നെ ഓണയുടെ മോൾ അതുവഴി പോകുന്നു. 2 പിള്ളേരുള്ള ഈ 2 പിള്ളേർ അതുവഴി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചേട്ടാ കുഞ്ഞ് പിള്ളേര് അവിടെ നിൽക്കുകയല്ലേ. അപ്പൊ അതായത് ഞങ്ങളുടെ മുകളിൽ ബെഡിൽ ഒരാള് കിടപ്പുണ്ട്. അയ്യോ ചേട്ടാ അത് രേണുവാണ്, അത് കുഞ്ഞല്ല രേണുവാണ്. ഞാൻ പറഞ്ഞ ഞാൻ വീണ്ടും പോയി നോക്കിയോണ്ടല്ല ഇതുവരെയുള്ള ഒരു സ്കേർട്ട് ഒക്കെ ഇട്ട് ഒരു ടീഷർട്ട് ഇട്ട് ഒരാളിങ്ങനെ കവന്ന് കിടക്കുക. അപ്പൊ ഞാൻ അറിഞ്ഞില്ല പുള്ളി വന്നു, രേണുവിൽ വന്നു ജോയിൻ ചെയ്യുന്ന കാര്യം. അന്ന് വെളുപ്പിനെത്തി എന്റെ ഇതില് ഒന്ന് കിടക്കുകയായിരുന്നു. ചേച്ചി മോളത്തെ റൂമില് താഴെ കിടക്കില്ലേ ശരിയുടെ റൂം തുറന്ന് പോണു. അവിടെ കട്ടിലുണ്ട്, ചെറിയ ഇങ്ങനെയാണ് മെഷീനിലാണോ ഒറ്റ ഉറക്കം കഴിഞ്ഞു. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു രണ്ട് എൻട്രി. ഞാൻ പിള്ളേർ വിളിക്കില്ല. കാരണം പിന്നെ എന്താണ് നമ്മള് സെറ്റിന്റെ സമയം 9 സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ
ഷൂട്ട് ചെയ്തു. ഞാൻ പോയി എടാ ഇത്ര അല്ല അത് ഫേസ് കണ്ടോ ഞാനോ ചരിഞ്ഞ കിടന്നിരുന്നു. അപ്പൊ എനിക്ക് മോൻ കണ്ടുകൂടായിരുന്നു. കലമനായി. പിന്നെ പവറിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, KCBയുടെ. കാരണം സ്റ്റുഡിയോ ഡാൻസിന്റെ ഒരു ഗ്രൂപ്പ് അല്ലേ, ഡാൻസ് സബ്ജക്ട്. അതുകൊണ്ടാണ് നമുക്ക് സ്റ്റുഡിയോ വലിയൊരു നല്ല പ്ലേസ് ഉള്ള സ്റ്റുഡിയോ വേണമായിരുന്നു. അതിനാണ് ഞാൻ പറയാം. ഏകദേശം നമ്മുടെ ഇങ്ങനെ ഒരു നിലാപക്ഷി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ ചാക്കോച്ചന്റെ? അതില് ഒരു ഡാൻസ് ഫാമിലി. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് അതാണ് ശൃംഗാര കൃഷ്ണ പൂവണിഞ്ഞ വൃന്ദാവനി. ആ സംഭവമൊക്കെയാണ് എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയത് കേട്ടോ സത്യം പറഞ്ഞ. അങ്ങനെ ഒരു മൂവിയാണ്. അതായത് അങ്ങനെയെന്ന് പറഞ്ഞാൽ ഏകദേശം അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. എനിക്കങ്ങനെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ ഇതാണ് സംഭവം. ഇങ്ങനെ ഒരു നിലാപക്ഷി എന്ന് പറയുന്ന മൂവി നിങ്ങളെല്ലാം ഏറ്റെടുത്തൊരു മൂവിയാണ്. സോ അതുപോലത്തെ ഒരു ഷോർട്ട് ഫിലിമാണ് ഞങ്ങളുടെ ഒരു തരുന്നത്. നായിക നാളൊന്നും വന്നിട്ടില്ല. അഭിനയിച്ചതിന് ശേഷം ഡാൻസ് അല്ല, അത് കറക്കി കറക്കി കയ്യിൽ കറക്കി പോയിട്ടുണ്ട്. ശരിക്കും അറിയോ, ഞാനൊരു പ്രൊഫഷണൽ ഡാൻസർ അല്ല. അപ്പൊ സൂരജ് ആദ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വിപിനെ ഇതുപോലെ ഒരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, വിപിനെ വരണം എന്ന് പറഞ്ഞു. ഞാൻ ശരി വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ വരുമല്ലോ, പോയി സ്ക്രിപ്റ്റ് സൂരജ് വായിക്കാൻ തന്നു. അങ്ങനെ സ്ക്രിപ്റ്റ് ഇരുന്ന് വായിക്കാം, നീ ഒരു 15 മിനിറ്റ് ഇവിടെ ഇരുന്ന് ഇത് വ്യക്തമായിട്ടൊന്ന് വായിക്കുക എന്ന് പറഞ്ഞു. ഞാനിത് വായിച്ചപ്പോ ഉണ്ടല്ലോ, ഫസ്റ്റ് സീൻ തൊട്ട് ഡാൻസ്, സ്റ്റുഡിയോ, പ്രാക്ടീസ്, റൊമാൻസ്, ഫുള്ള് സംഭവം. ഞാൻ ഈ പുള്ളിക്ക് അറിയാം റൊമാൻസ് എങ്ങനെയാ ചെയ്യേണ്ടത്. അല്ലല്ല, സാധാരണ നമ്മളെ ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോ ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടുമ്പോ നമുക്കൊരു സന്തോഷം. ഇതിൽ സ്പേസ് ഉണ്ട്, നമുക്ക് സ്പേസ് ഉണ്ട്. നോക്കിയപ്പോ നിതിനെ, നീ ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് വല്ല പോയിട്ടുണ്ടോ? നല്ല സൗണ്ട്, നല്ല വോക്കൽ, നല്ല അടിപൊളി. നിന്നെ കാണുന്നതിനെക്കാളും നിന്റെ സൗണ്ട് ചുമ്മാ കേട്ടോ, കാണാനും അടിപൊളി. അല്ലല്ലേ, ഇതിനിടയിൽ കമന്റ് വരും, പ്രതീഷിനെ വിട്ട് ഇനി വിപിനെ പിടിക്കാൻ. പ്രതീഷിനെ വിട്ടുള്ള കളിയില്ല കേട്ടോ. അല്ല, അത് കമന്റ് ഞാൻ എല്ലാ ചെറിയ ഷോർട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിലിങ്ങനെ മനോജ് കെ ജയനാണോ ഡബ് ചെയ്ത്, ബൈജു ആണോ ഡബ് ചെയ്ത്, ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. അടിപൊളി സൗണ്ട്. സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് എനിക്ക് നോക്കിയപ്പോ എനിക്ക് ഈ നെഞ്ചിൽ കൂടി ഡയറക്ടേഴ്സ് കേട്ടോളൂ, നല്ലൊരു ഡബിംഗ് ആർട്ടിസ്റ്റ് ഇതിന്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. നിങ്ങള് അവസരം കൊടുക്കുക അവന്. അടിപൊളിയായിട്ട് ഡബ് ചെയ്യും അവൻ. അടിപൊളി, സൂപ്പർ സ്വരം, അടിപൊളി വോക്കൽ, അടിപൊളി. രണ്ടുപേരും മൂളും. ചുമ്മാ എടാ പാട് പാടാമോ നിനക്ക്? എടാ അമ്മു അല്ല, സ്ക്രിപ്റ്റ് വായിക്കായിരുന്നു. അപ്പൊ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ ഇത് കണ്ടപ്പോ എനിക്ക് ഹാർട്ട് ബീറ്റ് കൂടി. കാര്യം നോക്കിയപ്പോ കിട്ടില്ല സ്റ്റോറി, വളരെ പറ്റില്ല. അപ്പൊ അതിൽ ഡാൻസിന് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ അതിൽ ഈ ഡാൻസ് അറിഞ്ഞൂടാത്ത ഞാൻ ഡാൻസ് കളിച്ചിട്ട് കൊളമായി കഴിഞ്ഞോണ്ടല്ലോ, അതിൽ ക്യാമറ ഫ്രണ്ടിൽ വന്നവർക്കല്ല, അതിന്റെ ബാക്കില് പണിയെടുത്തവർക്കും നാണക്കേടാണ്. കാര്യം അവര് എല്ലാരും ഒരു അങ്ങനെ ഡാൻസ് മാസ്റ്ററായിട്ടാണ് പുള്ളി വരുന്നത്. മീൻസ് എങ്ങനെ ഒരു കോച്ചായിട്ടാണ്. ഒരുപാട് പേരെ നോക്കി അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു പെട്ടെന്നായിരുന്നു വിപുല നായകൻ. ഞങ്ങളൊരു 4 വർഷം മുന്നേ ഞങ്ങൾ പരിചയക്കാരാണ്, ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. പിന്നെ കോർപ്പറേറ്റ് ലെവലില് അങ്ങനെയാണ് വിപുലിലേക്ക് എത്തുന്നത്. പക്ഷെ ഡാൻസ് അത് കോൺഫിഡന്റ് ആയിട്ട് അല്ലേ ഞാൻ കണ്ടില്ല. കാരണം എനിക്ക് ആദ്യത്തെ ദിവസം ഒരു ഷൂട്ടേ ഉള്ളായിരുന്നു. ഞാൻ പിന്നെ സൂര്യനെ ഞാൻ പിന്നെ പെട്ടെന്ന് തീർക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ ഷൂട്ട്. ഞാൻ ടേക്ക് കുറവാണല്ലോ, ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കുന്നതാണ്. തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ നിങ്ങളെ അൺഫോർച്യുനേറ്റ്ലി ഗോപിക എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് 3-4 ദിവസം നല്ല ഹാർഡ് ലെവലിൽ നല്ല പ്രാക്ടീസ് ചെയ്തു. കമന്റ് അടിക്കടാ.
മമ്മൂട്ടിക്ക് ശേഷം ഞാനിപ്പോ എന്നെ എന്താ മറ്റേ തിമിരത്തിലുള്ള ശസ്ത്രക്രിയ. ചങ്ങനാശ്ശേരിയിലെ അഞ്ചിയാ. അതെ, ചങ്ങനാശ്ശേരി കരുണാനിധി, കന്നഡ സൂപ്പർ സ്റ്റാർ. കന്നഡ സൂപ്പർ സ്റ്റാർ. കന്നഡ അല്ല, കന്നഡ. ഇത് ആക്ച്വലി ദുബായിന്ന് മേടിച്ചാണ്. എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നാണ്, ദുബായിന്ന് ഗിഫ്റ്റ് അയച്ചു തന്നാണ്. അത് ബാംഗ്ലൂർ അവിടുത്തെ ബിസിനസ് മാഗ്നറ്റ് ആണ്. ഇത് പാത്രം കാണുമ്പോ മേടിച്ചാണേ. ആരോട് പറയാ. ലുലുമാളുടെ ഫ്രണ്ടില് മറ്റേ അവര് ഇരിക്കുന്നില്ലേ, പാലത്തിന്റെ താഴെ കുട്ടികൾ കളിക്കണ സാധനം അല്ലേ? അതെ, എന്തായാലും അതാണ് ലുക്ക്. എടാ അല്ല, ഇതിനൊക്കെ വിലയിടുന്ന ഒരു അണ്ണുണ്ട്, ഒരു വ്ളോഗ് ചെയ്യുന്നൊരു വാച്ചിന്. രേണുസുതി വെച്ച ഗ്ലാസിന്റെ വില നിങ്ങൾക്ക് അറിയാമോ? എടുത്തോ. അതെ, താങ്ക് യു. തീർച്ചയായിട്ടും ഞാൻ അതിനെ സെലിബ്രേറ്റ് ചെയ്യൂനോ. അപ്പൊ എങ്ങനെ എന്റെ തല എന്റെ ക്ലാസ്, എന്റെ തല എന്റെ ക്ലാസ്. സോ അതിന് നമുക്ക് നമ്മുടെ വിശുദ്ധ വിവരത്തിലേക്ക് വരാം. തല അല്ലാണ്ട് എന്റെ മുഖം എന്റെ കണ്ണ് ഇത് കാണണ്ട. ഓക്കെ പറഞ്ഞു. സ്ക്രിപ്റ്റിൽ കമ്മിറ്റഡ് ആവുന്നു, ഓക്കെ പറയുന്നു. അതിനുശേഷം ഒരു 3 ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നു, ഗോപിക വന്നു, സക്സസ്ഫുള്ളി നമ്മൾ തുടങ്ങി. 2ാമത്തെ ദിവസം പ്രതീക്ഷ വന്നു. കംപ്ലീറ്റ്ലി പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും എല്ലാ അനുഗ്രഹം, ദൈവാനുഗ്രഹം ഉള്ള ആ സ്റ്റുഡിയോടെ മാത്രമാണെന്ന് തോന്നുന്നു. നമുക്ക് സ്പേസ് ഉള്ള ഒരു സ്റ്റുഡിയോ. അല്ല, അതുപോലെ ഞങ്ങളുടെ സാറ് ഓരോ ഈ എന്താണ് ടീം സെറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പിള്ളേർ ഡാൻസേഴ്സ് പിള്ളേർ അതിന് സെറ്റ് ചെയ്യണം. ബാക്കിയുള്ള ഈ സ്റ്റുഡിയോ അതിന് ടെൻഷനായിരുന്നു. അപ്പൊ ആള് അതിന്റെ ഒപ്പം കട്ടക്കിട്ട് മൂപ്പര് ഓടി. സാറ് ഞങ്ങൾ ആക്കിയിട്ട് വീട്ടിൽ കിടന്നില്ല. ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്ന മെസ്സേജ് സ്റ്റേഷൻ വന്ന സമയത്ത് ആ റൂമിന് കഴിഞ്ഞിട്ട് ഞങ്ങളോട് 4 മണിക്കൂർ അങ്ങനെ ഓരോ മണിക്കൂറോടെ സംസാരിച്ച് ആലോചിച്ചു. അങ്ങനെ നിൽക്കുന്നില്ല. ഞാൻ സാറിന് അത് അടിപൊളിയാണ് ചേർന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എങ്ങനെയാണോ അല്ല സാധാരണ നല്ല ഡെഡിക്കേഷൻ ആയിരുന്നു കേട്ടോ നിതിന്. ആരാണേലും ഇപ്പം ഡയറക്ടർ സുരേഷ് സാറാണേലും വിദ്യ ആണേലും കൂടെ വന്ന എല്ലാവരും, നിധി ആണേലും എല്ലാവരും നല്ല ഡെഡിക്കേഷൻ ആയിട്ട് അവിടെ വർക്ക് ചെയ്ത ഞാൻ കണ്ടു. പുതിയതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ ഒരു കൂട്ടം യുവാക്കളുടെ പുതിയൊരു എന്താ പറയാ സംരംഭം അല്ലെങ്കിൽ എനിക്ക് തോന്നിയില്ല. കാരണം അതുപോലെ പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് ഇവരിൽ ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് ഇഷ്ടപ്പെട്ടു. എന്താണ് പറയാനുള്ളത്? പ്രതീക്ഷ നമുക്കിതില് പ്രതീക്ഷ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സീക്വൻസ് ഇതിലുണ്ടോ? ഇതിലാണ് നമ്മുടെ ഇത് രസകരമായിട്ട് സംഭവം. വിശന്ന് പണ്ടാറിയ സമയത്ത് എന്നെയും കൊണ്ട് ഒരാള് ഒരു 3-4 കിലോമീറ്റർ പോയിട്ട് ഓഡിറ്റോറിയം നോക്കാൻ പോയിരുന്നു. നട്ട വെയിലത്ത് ചേച്ചി ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ നിൽക്കും. അല്ല ഇങ്ങനെ നിൽക്കാണ്, ഇങ്ങനെ നിൽക്കാണ്. ഇപ്പൊ കീ കിട്ടും പറഞ്ഞിട്ട് ലാസ്റ്റ് വിശക്കണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് വായിലേക്ക് വെക്കണു. നിങ്ങൾക്ക് ഇവിടെ ഓഡിറ്റോറിയം ഇല്ല, ഒന്നും കഴിച്ചത് മൊത്തം ഓട്ടോ ആ സമയത്ത്. അത് രാവിലെ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലെ ഒന്നും കഴിച്ചു തല കറങ്ങാൻ തുടങ്ങി. എന്തൊക്കെ ഭക്ഷണം എന്തൊക്കെ ഓർഡർ ചെയ്തിരുന്നു? ഒന്ന് എന്താണ് ഒരു ബിരിയാണി, എന്താ പുറത്തൊക്കെ ഒരു വലിയ ബിരിയാണി. ഞാനപ്പോ പച്ചവെള്ളം മേടിച്ചു തരാത്ത ടീം ഞാൻ പോയി ബിരിയാണി ഇവരല്ലേ കേട്ടോ ചുമ്മാ എന്താണ് ഏതൊരു അറേബ്യൻ ബിരിയാണി ബിരിയാണി ചുമ്മാ പറയുന്ന കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് പോലത്തെ വേറെ സംഭവം, ജ്യൂസ്, ഇതൊക്കെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ടേ കഴിക്കില്ല. അല്ലടാ ഇച്ചിരി കഴിച്ചുള്ളൂ. ഞാൻ ചുമ്മാ പറഞ്ഞാന്ന് പറയാം. അല്ലെങ്കിൽ കമന്റ് ചേച്ചിക്ക് പച്ചവെള്ളം കൊടുക്കാത്ത ഡയറക്ടർ ചുമ്മാ കേട്ടോ. ഞങ്ങളൊരു ചിക്ചാറ്റ് ഷോ ആണ്. സോ ഇങ്ങനെ തമാശക്ക് നമ്മുടെ കൂടെ അതിന് തന്നെയാണ് പുള്ളിക്കാരൻ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. നിമിത പിന്നെ ഡാൻസസ് ടീമുണ്ട്. കോട്ടയത്താണ് ടീമുള്ളത്. പിന്നെ ഞങ്ങൾക്ക് 2 ദിവസം ഷൂട്ടിംഗ് തന്ന വീട് തന്ന ഫാമിലി ഹോൾ ഫാമിലി അതിലെ ചെറിയ ഇതിൽ പിന്നിൽ നിന്നിട്ട്
നജീമേട്ടൻ ക്യാമറ. ക്യാമറ പറഞ്ഞില്ലേ? നമ്മളോട് അത്യാവശ്യം നല്ല ചെറിയ ചെറിയ പോർഷൻ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ എന്നാലും നമ്മുടെ ഒരു സ്നേഹത്തിന് പറഞ്ഞു നമ്മുടെ പ്രൊഡ്യൂസറിന് പൈസ ഇറക്കാൻ മാത്രം ഇഷ്ടം, പേര് പറയാൻ. തരാതെ നല്ലൊരു അത് ഭയങ്കര ക്വാളിറ്റിയാണ്. നമുക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് അടുത്ത് പറഞ്ഞപ്പോൾ ടെൻഷൻ ആവണ്ട. നമ്മള് ആദ്യമായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ലൊക്കേഷൻ ഓർഡർ ഓടുന്ന പരിപാടിയാണ്. ലൊക്കേഷൻ നോക്കാൻ പ്രൊഡ്യൂസർ ആണല്ലേ? ലൊക്കേഷൻ നോക്കാൻ പ്രൊഡ്യൂസർ ഓടുന്നത്. സംസാരിച്ചതിന് 10 മണിയായിരുന്നു. എനിക്ക് ഏറ്റവും രസകരമായത് 10 മണിക്കാണ് നമുക്ക് ഷൂട്ട് അവിടെ തീർത്തിട്ട് നമുക്ക് ഇറങ്ങണം. ലാസ്റ്റ് ക്ലൈമാക്സ് 10 മണിയുടെ സമയമുള്ളൂ. 10 മണിയുടെ സമയമുള്ളൂ സ്റ്റുഡിയോയില്. ഓഡിറ്റോറിയം 9:45 പ്രോഗ്രാം തീരുന്നില്ല. ഇത് എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിൽക്കുക. ഓരോരുത്തരുടെ ഡയലോഗ് പറയുന്നു, ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതിനിടയ്ക്ക് രസകരമായ സംഭവം പ്രതീക്ഷ നായകനും കൂടെ ചെമ്പ എന്തോ റീലാണോ? അയ്യോ തീർക്കാൻ നോക്കൂ. അത് ഞാനും ഉണ്ട് കേട്ടോ അതിനകത്തൊക്കെ. രേണുസുതിയുടെ പ്രതീക്ഷനെ ദിഗംബരൻ പിടിച്ചപ്പോ അങ്ങനെയായിരുന്നു ക്യാപ്ഷൻ. അയ്യോ ഞാൻ തിരക്കാരെന്ന് പറഞ്ഞില്ല. ലാസ്റ്റ് ഇങ്ങനെ ആക്കിട്ട് ഇടുപ്പിലേക്ക് വന്ന് പിടിക്കാം. അവന് ഇടുപ്പാണ് ഹരം, അവന് ഇടുപ്പാണ്. നിനക്ക് ഇടുപ്പാണോടാ വീക്ക്നെസ്? എന്താ? ഓ ഓക്കെ ലെസ്ലി. നൈസ്. നമ്മളെ ഫുഡ് നൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ 2 സീനിലെ ഉള്ളെങ്കിലും പോലും നല്ല എന്താ പറയാ നല്ല ഫുള്ള് ഞാൻ സ്റ്റോറി കേട്ടത് നല്ലൊരു സ്റ്റോറിയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ 2 സീനാണ് ഞാൻ ഓക്കെ പറഞ്ഞത് സൂരജ്. അല്ലെങ്കിൽ ഞാൻ ഇല്ലാന്ന് ഞാൻ പറയും. കാരണം സ്റ്റോറി അഴുക്കാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോറി കേട്ടിട്ട് 2 സീനും കൊണ്ട് സ്റ്റോറി കൊള്ളാം. ഞാൻ എന്റെ പേഴ്സൺ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം 2 സീനേ ഉള്ളു സ്റ്റോറി ചെയ്ത് എന്തുവാടെ സ്റ്റോറി കേട്ടോണ്ട് ഞാൻ 2 അല്ല 1 സീനാണെന്ന് ഞാൻ ഓക്കെ ആ സൂരജ്. ഞാൻ 2 തവണ ട്രിവാൻഡ്രത്തിൽ വരികയും ചെയ്തു. അതെ 2 തവണ ഞാൻ പാലക്കാട് ട്രിവാൻഡ്രം 3 തവണ വന്നില്ലേ? ഫസ്റ്റ് അവാർഡ് ഫംഗ്ഷൻ സമയത്ത് നമ്മൾ ഗുരുപ്രിയയുടെ അവാർഡ് കിട്ടാൻ ആക്ടിങ് വന്ന സമയം ആക്ടിങ് കഴിഞ്ഞു ഞങ്ങളുടെ ഇന്ററാക്ഷനിലൂടെ ഒരുപാട് ഇത്രയും ഫോളോവേഴ്സ് എല്ലാം ഇത്രയും നല്ല പരിചയപ്പെടുന്ന ആള് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ആക്ച്വലി പുതിയതാണ് മൂന്നാമത്തെ ഇങ്ങനെയല്ലേ വരുന്നത്. ഇങ്ങനെയാണ് സൂരജ വരുന്നത് രംഗത്തേക്ക്. നമ്മൾ ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത്രയും നമുക്ക് ഒരുപാട് മീഡിയാസ് ലെവലിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ പ്രതീക്ഷ ആണെങ്കിലും ഇത്രയും ഫോളോവേഴ്സ് ഒരാള് വേണമെങ്കിൽ ഒരു ഹെഡ് റീച്ച് വെക്കാം. പക്ഷെ വൈകിട്ട് ഞങ്ങൾ കൂടെ നിൽക്കാനും ട്രെയിൻ ടൈമിന് വരെ നമ്മുടെ കൂടെ നിൽക്കാനും ലൊക്കേഷൻസ് മാറി സ്കെഡ്യൂൾ ചെയ്ത് പോകാനും വരാനും ഒക്കെ നിന്നത് 2 പേരോടും ഒരുപാട് എല്ലാവരോടും പ്രത്യേകിച്ച് നിങ്ങൾ 2 പേരോടും ഒരുപാട് പ്രതീക്ഷന്റെ പ്രത്യേകം നന്ദി പറയുന്നത് വെച്ചാൽ നമുക്ക് പ്രതീക്ഷന്റെ ഷൂട്ട് സീൻ കഴിഞ്ഞിട്ടും പ്രതീക്ഷ നമുക്ക് വേണ്ടി പല ലൊക്കേഷൻസ് പോയി സംസാരിക്കാനൊക്കെ ഒരു നമ്മുടെ ഒരു കൊളീഗായിട്ട് അതൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പിന്നെ സ്റ്റോറി സൂരജിന്റെ ഡ്രീം സ്റ്റോറിയാണ് അല്ലേ? സ്ക്രിപ്റ്റ് ആക്കി വന്നപ്പോൾ ആ ഒരു പക്ക അടിപൊളിയായിട്ടല്ലോ. മടുപ്പ് പറ്റിയിട്ടില്ല. വർക്കായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. അതുപോലെ ഡാൻസേഴ്സ് എന്ന് പറയുമ്പോൾ കോട്ടയത്ത് ഒന്നും പറ്റില്ല. അതിന് ഒരാഴ്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പ്രാക്ടീസ്. അതുപോലെ തന്നെ പുള്ളിക്കാരനും അല്ല എനിക്ക് തോന്നിയായിരുന്നു പെട്ടെന്ന് തീർന്നു പോയല്ലോ.
സൂര്യ ചെറുക്കൻ ദൈവമേ എന്നതാണ് ഇവര് പറയാം. ഇത്രയും നല്ലതായിട്ട് പറഞ്ഞിട്ട് അവര് ഏതാണ്ട് പറയാൻ പോകുമ്പോ പെട്ടെന്ന് തീർന്നു പോയിട്ടോ. അതുകൊണ്ട് വലിയ ഒരു എന്തായാലും അടിപൊളിയായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇനി ഇപ്പൊ എത്രയും നമ്മൾ പറഞ്ഞു, ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തും. തീർച്ചയായും നിങ്ങൾ ഇതിന്റെ എഡിറ്റിംഗ് വർക്ക് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് മാത്രമല്ല, ഇതിലെ ഈ ഒരു അസോസിയേഷൻ ഈ ഒരു ഇന്റർവ്യൂവിൽ ഞങ്ങൾക്ക് വേറൊരു മേജർ സാധനം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞാനല്ല ആക്ച്വലി അനൗൺസ് ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും. അപ്പൊ അതുകൂടെ ഞങ്ങൾക്ക് വലിയൊരു പാർട്ടാണ്, അല്ലെങ്കിൽ അതും കൂടെ വേണം. അതിന് വേണ്ടി കൂടെയാണ് നമ്മൾ ഈ ഇന്റർവ്യൂയുടെ ഇന്റർവ്യൂ ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ പറയണം. അല്ല മീൻസ് എന്റേതായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അവിടെ എന്റേതായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒത്തിരി നാളുകൊണ്ട് ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പൊ എനിക്കിത് അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇതിലോട്ടൊരു എൻട്രി കിട്ടുന്നതും. ഞാൻ പ്രതീക്ഷനെ പരിചയപ്പെടുന്നു, രേണുവിനെ പരിചയപ്പെടുന്നു, ഈ ഒരു ടീമായിട്ട് എല്ലാം സഹകരിച്ചു നന്നായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ തന്നെ തോന്നുന്നു, ശരിക്കും ഇപ്പോഴാണ് എന്റെ റൈറ്റ് ടൈം. ഈ സമയത്താണ് എന്റെ മൈൻഡിൽ ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു പല ഓപ്പർച്യൂണിറ്റീസും എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്, ഇപ്പൊ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയി. ഈവൻ പ്രതീക്ഷയായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ പ്രതീക്ഷ ഇത്രയും ഫോളോവേഴ്സും വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് മനസ്സിലായി. നമ്മൾ ആ ലെവലിൽ ഒരു ബിഗിനേഴ്സ് ആണ്. പക്ഷെ എന്റെ ഒട്ടും അടുത്തുപോലെ എത്താൻ പറ്റാത്ത രീതിയിലുള്ള റീച്ച് പോലും ഞങ്ങൾക്ക് ഇല്ലാത്ത ആളാണ്. പക്ഷെ പ്രതീക്ഷ ഏറ്റവും വലിയ വേറെ കാര്യം കൂടെ പറയട്ടെ, പ്രതീക്ഷ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയായിട്ട് സംസാരിച്ചു, ഞാൻ കുറെ ഡൗട്ട് ചോദിച്ചു, പ്രതീക്ഷ എല്ലാം പറഞ്ഞു. പ്രതീക്ഷന്റെ നെക്സ്റ്റ് മന്ത് യൂട്യൂബിന്റെ ഇൻകം വരെ പ്രതീക്ഷ എനിക്ക് കാണിച്ചു. സീരിയസ്ലി പറയണ ചേട്ടാ, അത് ഇത്രയാണ് എനിക്ക് അടുത്ത മാസം കിട്ടാൻ പോകുന്നെങ്കിൽ നമുക്ക് ചോദിക്കാൻ തന്നെ ഭയങ്കര പേടിയാണ് മനസ്സിലെ. മീൻസ് അതേപോലെ തന്നെ രേണുവിന്റെ അടുത്തായാലും ആ സെറ്റിൽ വെച്ച് പരിചയപ്പെട്ടൊക്കെ വന്ന സമയത്ത് ഭയങ്കര ഫ്രീ ആയി. എനിക്ക് സത്യമായ ഭയങ്കര ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അല്ല നമുക്ക് ഈ ആർട്ടിസ്റ്റ് പരിചയപ്പെടും അങ്ങനെയല്ല നമ്മൾ ഈ പരിചയപ്പെടുമ്പോഴേ അവര് തിരിച്ച് എന്തെങ്കിലും പറയുമോ, നമ്മളെന്തെങ്കിലും പറയുന്നത് ഇഷ്ടപ്പെടാതെ വരുമോ? അതല്ല, എന്റെ സ്റ്റാറ്റസിൽ എന്റെ ഫോട്ടോ ഇട്ട് കൊളാബ് ചെയ്തു ഇതെല്ലാം കൂടെ വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ അതുവരെ പോലും വഴി വെച്ചെണ്ണ പോലും മിണ്ടാത്തവര് വന്നിട്ട് രേണുസുതി എങ്ങനെയാണ് സീരിയസ്ലി മെസ്സേജ് അയക്കുന്നു. അറിയാത്തത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഓരോ റീൽസ് കാണുന്നു, അല്ലെങ്കിൽ ബിറ്റ് പോർഷൻ കാണുന്ന പറയാനുള്ള ഇത് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. മാത്രമല്ല ഏത് പുതിയ ന്യൂ ടീമിനോടൊക്കെ അത് അസോസിയേറ്റഡ് കൂടെ നിൽക്കുകയും അതിനകത്ത് എങ്ങനെ റവന്യൂ ഉണ്ടാക്കി തരുന്നല്ലേ നമുക്ക് വേണ്ട സപ്പോർട്ട് പ്രൊമോഷൻസും കാര്യങ്ങളെല്ലാം മീൻസ് നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ജാടയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ ഒരുപാട് കമന്റ്സ് നമ്മൾ കാണും. പക്ഷെ അങ്ങനെ ഒന്നും അതെല്ലാം മാറി വരിക. ഇപ്പൊ അതെല്ലാം മാറി വരിക. അതുകൊണ്ട് കണ്ണാടി വെക്കട്ടെ ജാടയാന്ന് പറഞ്ഞിട്ട്. അല്ല, ഇപ്പൊ ഹേറ്റേഴ്സിന്റെ മൊത്തം ഇപ്പൊ ഫാൻസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. സീരിയസ്ലി ഹേറ്റേഴ്സ് എല്ലാം ഇപ്പൊ ഫാൻസ് ആയി കൊണ്ടിരിക്കുകയാണ്. അതെ, കാലം തിരിച്ചടിക്കും എന്ന് മനസ്സിലായി. കാലം നീ തിരിച്ചടിക്കുന്ന കാര്യമല്ലോ, കാലം. അതെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തിരിച്ച് കമന്റിന് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്ന തോര നീ കണ്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇവനറിയാം, ഇവന് ഈ കമന്റ് എല്ലാം നോക്കാൻ തോര കൂടുതലാണ്. എന്നപ്പോ പോസ്റ്റ് നോക്കത്തില്ല. മനസ്സിൽ അപ്പൊ ഞാൻ തെറിയൊക്കെ പോയ സമയത്ത് പച്ചക്ക് ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ പിടിച്ച് അപ്പൊ തന്നെ കളയാ സാധനമൊക്കെ എടുത്തിട്ട് സംഭവമൊക്കെ ഉണ്ടാവും. മനസ്സിൽ വെച്ച് സംസാരിക്കുന്നില്ല, ഓപ്പൺ ആയിട്ട് അപ്പൊ പറയൂ. അത് മനസ്സിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഒരു ഇതില്ല. പറഞ്ഞു ടോപ്പിക് പോയി. അല്ല, അപ്പൊ മീൻസ് വേറൊന്നുമല്ല. അപ്പൊ ഉടനെ തന്നെ ഇവർ രണ്ടുപേരെയും ഹീറോയിനുമായിട്ട് അടുത്ത പണി മുതലാളി ഒരു വർക്ക് വരുന്നുണ്ട്, ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മീൻസ് വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്.
ക്രിസ്റ്റി മീഡിയ എന്റർടൈൻമെന്റ് എന്നൊരു യൂട്യൂബ് ചാനൽ എനിക്ക് പേഴ്സണൽ ആയിട്ടുണ്ട്. എന്റെ സ്വന്തം നമുക്ക് പൊളിച്ചെടുക്കാം. ക്രിസ്റ്റി മീഡിയ എന്റർടൈൻമെന്റ് എന്നാണ് ചാനലിന്റെ പേര്. ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്തോ. രേണു സുധി പ്രതീക്ഷും വന്നിരിക്കുമല്ലേ അടുത്ത പ്രോജക്റ്റുമായിട്ട്. അപ്പൊ അതിന്റെ ബാനറില് സൂരജ് എന്നെ ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഭയങ്കര അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞ പോലെ രേണു പറഞ്ഞ പോലെ ഇതില് 2 സീനിലേ ഉണ്ടായിരുന്നുള്ളൂ. ഫുൾ ഇതാണ് ശരിക്കും. അത് ഒരുപാട് പേരെ ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും. അതെ തീർച്ചയായും നിങ്ങളുടെ ഇപ്പൊ ഉള്ള അതേപോലത്തെ ഇപ്പൊ നമ്മൾ പറയാൻ പറ്റില്ല. സ്റ്റോറി ഇല്ല, സ്റ്റോറി പറയുന്നതിനേക്കാൾ അവര് കാണുന്നതാണ്. അത് സ്റ്റോറിയിലും പറ്റൂല. പക്ഷെ നമുക്ക് ഒരു ഇതുപോലെ പറയാൻ പറ്റൂല അല്ലെ? അത്ര തീം പറയാൻ പറ്റും. പ്രേക്ഷകർ എന്താണോ ആഗ്രഹിക്കുന്നത്, ഞങ്ങളിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അതാണോ? ഞാൻ കേട്ടില്ല കേട്ടോ സ്റ്റോറി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ. അല്ല, ഇത് വളരെ 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 സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നമ്മൾ ഇതുവരെ കണ്ട ഒരു കാഷ്വൽ ഫൺ കാര്യങ്ങളല്ല. നിങ്ങളൊരു ഇമേജ് തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഉണ്ട് കാര്യം നമുക്കത് ഒരുപാട് ചിന്തകളും നമ്മുടെ സൊസൈറ്റിയിലെ ലേഡീസിന് ഒരുപാട് പ്രചോദനവും കൊടുക്കുന്ന ഒരു ചെറിയ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇപ്പോഴേ പറയാം, നിങ്ങൾ ഇപ്പോഴേ ആ ചാനൽ ക്രിസ്റ്റി മീഡിയ എന്റർടൈൻമെന്റ് ചാനലിന്റെ പേര്. യൂട്യൂബ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഞങ്ങളുടെ ഈ വർക്കും പുതിയ വർക്കും എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പുള്ളി ഈ സബ്ജക്ട് പറയുമ്പോൾ, അതായത് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് നമ്മുടെ കോസ്റ്റ്യൂംസ് കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത്, അതായത് ഇപ്പൊ ഞാൻ ഈ ടീമിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പുള്ളിയുടെ, അതായത് ഞാൻ പുള്ളിന്റെ ഡയറക്ടറാണ്, അങ്ങനെ ഒരു ബന്ധം ശരിക്കും ഞാനും സൂരജല്ല ഞങ്ങള് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മാനേജർ ലെവലില്, മാനേജർ ഗ്രേഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാരാണ്. ഒരു കുറച്ചധികം നാളെ ഞങ്ങൾ വർക്ക് ചെയ്തു. പിന്നെ എന്താണ് ബിസിനസ് എന്നും കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ഞങ്ങൾ സെയിൽസിൽ കൂടുതൽ ഇൻവോൾവ് ആയപ്പോൾ ഞങ്ങൾക്ക് ബിസിനസ് ആണ് കുറച്ച് ക്രൈസായി മാറി. അങ്ങനെ സൂരജിന്റെ ആയിട്ടുള്ള ഒരു ഓൺ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഞാനും എന്റെ രീതിയിൽ ഒരു ഓൺ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോ ഒരു കമ്പനി, ക്രസ്റ്റ് ബാങ്കിങ് സർവീസസ് എന്നാണ് കമ്പനിയുടെ പേരാണ് ക്രസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ചാനലിന്റെ പേര് ക്രസ്റ്റ് മീഡിയ എന്റർടൈൻമെന്റ് ആണ്. ക്രസ്റ്റ് ബാങ്കിങ് സർവീസസ് ആണ്. ഇപ്പൊ നമുക്ക് ബാങ്കിങ് ലൈസൻസ് ഉണ്ട്. അപ്പൊ ആ രീതിക്ക് ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ടത്താണ് കമ്പനിയുടെ ഇതെല്ലാം വരുന്നത്. 3 ബ്രാഞ്ച് ഉണ്ട്. ഒരു 40ഓളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഉള്ളില് ഉണ്ടായിരുന്ന ഒരു പാഷന്റെ ഭാഗമായിട്ടാണ് ഈ ക്രിസ്റ്റി മീഡിയ എന്നുള്ളൊരു ചാനൽ റൺ ചെയ്യുന്നതും. അതിന്റെ കൂടെ ഞങ്ങൾ ഈ പറയുന്ന രീതിയിൽ ആക്ടിങ് നമ്മുടെ പാഷനായിട്ട് കൊണ്ടുപോകുന്നു. സെയിം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തെ അറിയാം, സൂരജും ഈ ലെവലിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ആയിട്ടുണ്ട ഒരാളാണ്. എല്ലാ ഉയരങ്ങളിലും തിരിച്ച് അന്ന് കണക്ട് ആയി ഞങ്ങൾ. അതാണ് പരസ്പരമുള്ള ഒരു കണക്ഷൻ വന്നത്. എവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ശരിക്കും അതൊരു നിമിത്തമായിട്ട് തന്നെ കരുതുന്നു. അതിലൂടെ നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയത് ശരിക്കും ഇപ്പൊ ഡ്രാമ ക്ലബ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനല് സൂരജിന്റെ ഇതിലുണ്ട്. പറഞ്ഞ പോലെ പറയും, ഡ്രാമ ക്ലബ്. അപ്പൊ നമ്മുടെ സൂരജ് സാറിന്റെ ഡ്രാമ ക്ലബും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ സൂരജ് കോടികളുടെ പരസ്യം എല്ലാ സംഭവവും ഡ്രാമ ക്ലബ്ബ് ചാനലിലും അതുപോലെ തന്നെ ക്രസ്റ്റ് ബാങ്കിങ് സർവീസ്, ക്രസ്റ്റ് മീഡിയ, ക്രസ്റ്റ് മീഡിയ എന്റർടൈൻമെന്റ് മീൻസ് അപ്പൊ ഈ 2 ചാനലിലും വരുന്നതായിരിക്കും. ആക്ടിങ് ഇഷ്ടമുള്ള ആൾക്കാർ, പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരം നൽകുന്ന 2 ആൾക്കാർ ഉണ്ട്. തീർച്ചയായിട്ടും പുതിയ വർക്കിലേക്ക് കാസ്റ്റിംഗ് എന്തായാലും ചെയ്യും. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അവരുടെ അപ്ഡേറ്റ് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് അവർക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. നമ്മുടെ പുതിയ വർക്കിലേക്കാണോ? ഞങ്ങളുടെ 2 പേരുടെയും കൂടെ അഭിനയിക്കല്ലേ നമ്മള്? ഓക്കെ, നമ്മുടെ ഞാൻ പറഞ്ഞായിരുന്നു ശരത്ത് ഞാൻ നിശ്ചയ മൂവിയില് ശരത്തെ നീ കേട്ടല്ലോ. ഓക്കെ, എനിക്ക് അങ്ങനെ അതിനെപ്പറ്റി ഒന്നും അറിയില്ല. പിന്നെ ATM-ന്ന് പൈസ എടുക്കാൻ അറിയാത്ത ഞാൻ ഇപ്പോഴാണ് പഠിച്ചത്.
ഞാനാണോ നീ ഈ പറയുന്ന ആര്? നീ എന്ന് പറഞ്ഞ നമ്മുടെ അനിയനായിട്ട് കാണുന്നത്. പൈസ വന്നു തുടങ്ങി ഇപ്പോഴും. അനിയനായിട്ട് കാണുന്നോണ്ടാണ് ഞാൻ നീ വിളിക്കുന്നത്. പ്രതീക്ഷിച്ച വിഷം 2 ദിവസം ഞാൻ ചോദിച്ചായിരുന്നു. അതെ ട്രിവാൻഡ്രത്ത് ഞങ്ങൾ രണ്ടുപേരാണ് ഷാമും ഞാൻ സ്കേഡിയും പിന്നെ കൊച്ചിയിൽ ഒരാളാണ് മഹേഷ് എന്ന് പറയും. ഞങ്ങൾ 3 പേരാണ് ആക്റ്റീവായിട്ട് ഞങ്ങൾ എത്തിക്കുന്നത്. പിന്നെ എന്റെ കൂടെ ഞങ്ങൾ കൂടെ വർക്ക് ചെയ്ത ആളാണ് ഞാൻ നിതിൻ എന്നാണ്. ബാക്കി പറഞ്ഞു കണ്ടില്ലയോ? അതെ അതെ ഓക്കെ. അപ്പൊ ഞാനാണ് പുള്ളി. ഞാൻ ഇതിന് മുന്നേ എന്ന് വെച്ചാൽ ഞാൻ ഈ ഫിലിം ഫീൽഡ് തന്നെയായിരുന്നു. ഞാൻ ഒരു ഞാൻ ഒരു ഡിഗ്രി കഴിഞ്ഞ സമയം തൊട്ട് ഞാൻ TCL പ്ലേയേഴ്സിനെ വെച്ച് ഞാൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെയായിരുന്നു. ഞാൻ ഡയറക്ഷൻ ഫീൽഡ് തന്നെയാണ് ഞാൻ ക്യാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ TCL പ്ലേയേഴ്സ് ഞാനൊരു വെബ് സീരീസ് കാര്യങ്ങളൊക്കെ ചെയ്തു. അത് അത്യാവശ്യം യൂട്യൂബിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ കാര്യങ്ങളും കൊണ്ട് ആ പ്രൊഫഷൻ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഞാൻ സെയിൽസിലോട്ട് ഇറങ്ങി. അപ്പൊ ഫസ്റ്റ് പിന്നെ ആദ്യമൊക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്നത് SBI കാർഡ്സിലായിരുന്നു. അതിൽ ഞാറാൻഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്നും പോയി അവിടെ ഒരു 1 ഇയർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുള്ളിയെടുത്തേക്ക് വരുന്നത്. അപ്പൊ ഞാൻ വന്ന സമയത്ത് എന്തരേടാ പുളി അല്ല തീർന്നു കയ്യിൽ പോയി പാവം ചെറുക്കൻ. ഞാൻ ആറ്റിട്ടും മാറ്റിട്ടില്ല. അത്യാവശ്യം ഞാനിപ്പോ ഓൾമോസ്റ്റ് ഒരു 10 മന്തായി ഞാൻ വർക്ക് ചെയ്യുന്നു. അപ്പോ എന്റെ പ്രൊഫഷനായിട്ട് കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു, അതായത് ഒരു ഡയറക്ടർ എന്നുള്ള ഒരു ബ്രദറി ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ തമ്മിൽ. ഈ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഞാൻ പുള്ളിയുടെ കൂടെയാണ്. എന്റെ വീട് ഞാൻ കണ്ടിട്ടില്ല. പുള്ളിയുടെ കൂടെയാണ് ഫുൾ ടൈം പുള്ളിയുടെ കൂടെ. കുഞ്ഞ് വീടൊന്ന് കാണിക്കണം കേട്ടോ ചെക്കനെ. വീട് കാണാം. വീട് കാണാം. എന്റെ മകനെ ആരാടാ പിടിച്ചു വെച്ചേക്കുന്നത്? അച്ഛനമ്മ വരുമോ? അച്ഛനോട് വിളിക്കുന്നുണ്ടോ? പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് എത്ര നാളായി? വീട് അറിയാമോ മക്കളെ? വഴി അറിയാമോ? ഞാൻ അറിയാം. സ്വന്തം വീട്ടിലോട്ട് ഗൂഗിളോ എന്തോടെ പറയുന്നത്? മാപ്പ് അതുപോലും അറിയത്തില്ല. അപ്പൊ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന ഒരേ ഒരാള് നിതിൻ. സത്യം. അപ്പൊ അങ്ങനെ നിന്നു. അപ്പൊ അത്യാവശ്യം എന്റെ പാഷനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന കമ്പനിയാണ്. അപ്പൊ അത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും എനിക്കിപ്പോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സന്തോഷം എനിക്കിപ്പോ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ ഈ ഷൂട്ട് പ്ലാൻ ചെയ്തത്. ഞാൻ ഫുൾ ടൈം പുള്ളിയുടെ കൂടെ ഉണ്ട്. അതിനാണെങ്കിൽ നമ്മൾ തമ്മിൽ വാക്ക് തർക്കങ്ങൾ കാര്യങ്ങൾ ഏറെ നടക്കുമോ, ഇങ്ങനെയാണ് ഇങ്ങനെ സീൻസ് പുള്ളിക്കാരൻ ടെൻഷനാണ്. അതായത് എല്ലാം ഞങ്ങളുടെ മൂന്നാമത്തെ പ്രൊഫഷണൽ ചെയ്തൊരു സാധനം ആദ്യമേ ഞങ്ങൾ ചെയ്തൊരു കിരണം എന്ന് പറഞ്ഞ സബ്ജക്റ്റായിരുന്നു. അത് എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. നമ്മൾ ഒരിക്കലും ഡാൻസറാണ്. അത് കഴിഞ്ഞ ശേഷമാണ് രണ്ടാമത്തെ മൂവീസ് ചെയ്യുന്നത്. പിന്നെ ചെയ്ത് ഇതിലേക്ക് അത് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ ബഡ്ജറ്റ് ചിലപ്പോൾ 10-15 രൂപ. ക്ഷീതമായിട്ട് നമുക്ക് കറക്റ്റ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇന്നത്തെ എല്ലാ മേഖലകളിലും ആളെ വെച്ച് നമ്മൾ ചെയ്യുന്ന സാധനം. അപ്പൊ അത് അത്യാവശ്യം എക്സ്പെൻസ് വരും. പിന്നെ കൂടി നടക്കേണ്ടി മാത്രമേ ഉള്ളൂ. സെപ്പറേറ്റ് ടീമില്ല. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഇല്ലാതെ ചേട്ടാ നടക്കും. അതായത് ഡയറക്റ്റ് വിട്ടു, സാറ് ബോസ് ചേട്ടാ ടെൻഷൻ ആവേണ്ട, എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ട്, സപ്പോർട്ടായിട്ട് നിന്നാൽ അങ്ങനെ നമ്മള് 3 ദിവസം കൊണ്ടല്ല, അതായത് ആ ഒരു നമ്മൾ 3 ദിവസം 2 ദിവസം കൊണ്ട് തീർക്കുമായിരുന്നു. പക്ഷെ ആ ഒരു ഡാൻസ് സബ്ജക്റ്റിന്റെ അത്യാവശ്യം നമ്മൾ എടുക്കുന്നെങ്കിൽ നല്ല രീതിയിൽ എടുക്കണം. പ്രേക്ഷകരിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഡേ മാറ്റിയിട്ട് വീണ്ടും 3ാമത്തെ ഡേ കൂടെ വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സാറ് മാറ്റി ചേട്ടാക്കിയ പോലെ ഞാനും സാറെന്ന് വിളിച്ചു. കണ്ടെന്നെ ഏടാ സൂര്യ എന്നെ ഓട്ടറാ അങ്ങനെ സാറിന്ന് വിളിക്കല്ലടാ എന്റെ അടുത്ത്. സാറിന്ന് വിളിക്കല്ലേ നീ ഇങ്ങനൊന്നും പറയല്ലോ, ഞാൻ അറിയാതെ എന്നിട്ട് പറയാം. എന്നിട്ട് കമന്റ് വരും പ്രതീക്ഷ വന്നോളൂ ബാക്കി. ഈ പുള്ളി ഈ പുള്ളി ഓക്കെ നമ്മുടെ കോസ്റ്റ്യൂം പാർട്ണർ ശ്രേഷ്ഠ ട്രിവാൻഡ്രത്തില്. അപ്പൊ കോസ്റ്റ്യൂം കൊണ്ട് കൊടുക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതിനെ എന്തെങ്കിലും ഒരു സബ്ജക്ട് എന്ത് ഇത്രേ ചാച്ചു നീ കുടിച്ചോടാ. അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ ധാരാളം ആൾക്ക്. വെള്ളം കുടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. കുടിച്ചോളൂ, ഇത് ഇറങ്ങുമ്പോ അറിയാം. നമ്മള് കോസ്റ്റ്യൂം കൊണ്ടുവരുന്ന സമയത്താണ് ചേട്ടൻ ഇവിടെ എനിക്ക് നിന്റെ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഭഗവാൻ അടിയുടെ കേസ് ആക്ച്വലി എനിക്ക് നല്ല ദാഹമുണ്ട്. ആ കുപ്പി പൊക്കാൻ കഴിയാത്ത കൊണ്ട് ഞാൻ ദാഹിച്ചിരിക്കുന്നു.
ഇനിയിപ്പോ കമന്റ് വരും രേണുസുതി വെള്ളം കുടിപ്പിച്ചു. വെള്ളം കൊടുത്തു. അതെ രേണുസുതിയെ വെള്ളം കൊടുത്തില്ല എന്നാണ്. ഓക്കെ എല്ലാം പറഞ്ഞോ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ഉണ്ടോ? ഇനിയിപ്പോ ഇതും കൂടെ നമ്മൾ subject കൂടെ അപ്പൊ അങ്ങനെ നമ്മൾ ചെന്നപ്പോഴാണ് ഇതിന്റെ അടുത്ത് പറയാടാ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് നമുക്ക് ഇത് ചെയ്യണം. അപ്പൊ പറഞ്ഞു കഥ എന്റെ അടുത്ത് ഓൾമോസ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓക്കെ ട്രെൻഡിങ് ആണ്, അതായത് നിങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ് പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ ഇവിടെ സൂര്യചിത്രങ്ങളാണ് സൂര്യ ഡയറക്ടറാണ്, നമുക്ക് ഈ പടം ചെയ്യണം. ചേട്ടാ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. അങ്ങനെ അപ്പൊ തന്നെ ഞാൻ ഫോണിൽ സൂര്യചാരനെ വിളിച്ച കാര്യം ഇങ്ങനെ ഒരു പുള്ളിക്കാരൻ തീം പറഞ്ഞു. അപ്പൊ നമ്മള് ലാസ്റ്റ് നമുക്ക് ഷൂട്ടിന്റെ ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പുള്ളിക്കാരി വിളിക്കുന്നത്. പുള്ളിക്കാരി ഓക്കെ പ്രതീക്ഷയോടെ നമ്മൾ സംസാരിച്ചു. പ്രതീക്ഷ ഇങ്ങനെ ഒരു കേസ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റിലീസ് കഴിഞ്ഞാൽ തന്നെ ഉടനെ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ അപ്പൊ ഇതൊരു തുടക്കമാണ്. ഒരുപാട് വർക്കുകൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ 2 ചാനൽ ഇപ്പൊ പരിചയപ്പെടുത്തി. 2 ചാനലിലും ഇഷ്ടംപോലെ വർക്ക് മാറി വർക്കുകൾ വന്നുകൊണ്ടിരിക്കട്ടെ. വന്നുകൊണ്ടിരിക്കും. അതേ പറഞ്ഞ അഭിനയിക്കാനും അവസരങ്ങൾക്കും വേണ്ടിയിട്ട് പുതുമുഖങ്ങൾക്കുള്ള അവസരങ്ങൾ ഒരുപാട് പേര് ചാനലിലോട്ട് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട്. കാര്യം ഒരുപാട് പ്രാവശ്യം നമുക്ക് സപ്പോർട്ട് കിട്ടാതെ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്ന ആൾക്കാരാണ്, മനസ്സിലായി. പിന്നെ ആ ഒരു പ്രതീക്ഷ ശരിക്കും ഇവരെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ഒരു ധൈര്യവും എനർജിയും കിട്ടിയത്. ശരി, നമുക്ക് കാര്യം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിലല്ല, അതിൽ പിന്നെ അടുത്ത് പ്രൊമോഷനിലാണ് കുറച്ച് കഴിഞ്ഞത്. ഇത് മാക്സിമം ആൾക്കാരിലോട്ട് എങ്ങനെ കാണിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ചെയ്ത് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞ പ്രതീക്ഷയായിട്ട് ഞാൻ ഒരു 2 സിറ്റിംഗിൽ പ്രതീക്ഷയായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു, മനസ്സിലല്ലേ. പിന്നെ ശരിക്കും ഞങ്ങളുടെ കൊളാബ് അക്സെപ്റ്റ് ചെയ്തു. മീൻസ് അത് തന്നെ രേണുവിന്റെ അടുത്തപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല, ഞാനൊരു ഫോട്ടോ എടുത്തപ്പോഴേ രേണുവിന്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് ശരി. എന്നിട്ട് എനിക്ക് പോയിട്ട് മെസ്സേജ് അയക്കാൻ ഒരു പേടിയായിരുന്നു. അടുത്ത ദിവസം നോക്കിയപ്പോ നീന്താ കൊളാബ് കേട്ടില്ല. നിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞു ഈ ഫോട്ടോ കൊളാബ് ചെയ്യണ്ടെന്ന് പറഞ്ഞു? അതുകൂടെ കേട്ടപ്പോ ഞാൻ ഒരു മെസ്സേജ് അയക്കണമായിരുന്നു, ഞാൻ കൊളാബ് ചെയ്യട്ടെ എന്ന് ചോദിക്കാനായിരുന്നു. അതിങ്ങനെ വേണോ വേണ്ടേന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് മെസ്സേജ്. അപ്പൊ ആ സമാധാനം കൊളാബ് ചെയ്യണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്ത് കേൾക്കുന്നത് അല്ല ഞങ്ങളുടെ ഒരു പേഴ്സണലി ഫോട്ടോ എടുത്ത് ഞങ്ങൾ തന്നെ വഴിയുന്നു. അതെന്താണ് നിന്റെ അടുത്ത് കൊളാബ് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞു? അല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊളാബ് എടുത്തപ്പോ തന്നെ അതിന് കിട്ടിയ ഒരു സ്വീകാര്യതയുണ്ട്, മനസ്സിലല്ലേ. ശരിക്കും എന്തുകൊണ്ട് രേണു എന്നുള്ളതിനോട് ആൻസർ ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത രേണു വന്ന് എടുത്തിട്ടുള്ള രേണുവിന്റെ ഫസ്റ്റ് സീൻ നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്യാൻ ഇതുവരെയും 130K കഴിയും. വന്നിട്ടുണ്ട്. അതെ ശരിക്കും വർക്ക് വിളിക്കുമ്പോൾ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു പ്രൊമോഷൻ ലെവലിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല, മനസ്സിലല്ലേ. അപ്പൊ ഇത് അവര് വളരുക മാത്രമല്ല ഞങ്ങളെയും കൂടെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളത്. അത് ശരിക്കും ഇവർക്ക് അഭിനയിച്ച് പോകാം. നിങ്ങൾ എവിടെയും കാസ്റ്റ് ചെയ്യും, നിങ്ങൾ എവിടെ വേണമെങ്കിലും നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കുഴപ്പമില്ല. അവരേക്ക് പേയ്മെന്റ് മേടിക്കാൻ നമുക്ക് പോകാം. അതാ പക്ഷെ നമ്മൾ അങ്ങനെ അല്ല, നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യൂല. എനിക്ക് ടെക്നിക്കൽ അറിയില്ല. അല്ല പ്രതീക്ഷിനെ പോലെ എനിക്ക് ടെക്നിക്കലായിട്ട് പറയാൻ അറിയില്ല, ബാക്കി എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ചാനലില് വേറൊരു ചാനലിൽ കൊടുക്കാൻ പ്ലാനിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിനും ദൈവം ഈ രീതിയിലുള്ള സജഷൻസ് വരുന്നത് എന്ന് പറയുമ്പോൾ അവരിങ്ങനെ തരുന്നുണ്ടോ അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യുന്നുണ്ടോ എന്താണ് ആവശ്യം? അപ്പൊ അങ്ങനെ നമ്മുടെ അത്രയും നമ്മൾ പ്രതീക്ഷയായാലും ശരി. അപ്പൊ അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അത് എന്താ പറയാ എന്തായാലും ഇത്രേ പറയാനുള്ളൂ. ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റും ഇനി വരുന്ന പ്രോജക്റ്റും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഒന്നുകൂടെ പേര് ഒന്നുകൂടെ പറഞ്ഞു. ഡയറക്ടർ സപ്പോർട്ട് ചെയ്യുക. എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള എഫോർട്ടും തീർച്ചയായിട്ടും എല്ലാ സാധനങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നുള്ള വിശ്വാസം തന്നെ ഞങ്ങൾക്കുണ്ട്. എല്ലാവരും ഓരോരുത്തരും നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും അത്രയും ക്ലോസ് ടു ഗോഡ് ആയിട്ട് എല്ലാവർക്കും നന്ദി. അതുപോലെ ഞങ്ങളുടെ പുതിയ വരാവുന്ന അപ്കമിംഗ് പ്രോജക്ട്സ് എല്ലാം ഇനി വരാവുന്ന എല്ലാം ഒരുപാട് അവസരമുണ്ട്. ഒരുപാട് അത് പറയാം. ഒരുപാട് അവസരം കോൺടാക്ട് ചെയ്യാം.
മീഡിയാസും വരാല്ലേ നമുക്ക് പ്രൊമോഷൻ. മീഡിയാസിനെല്ലാം നമ്മൾ ഇപ്പോഴേ വെൽക്കം ചെയ്യാം. ഞാൻ വെൽക്കം ചെയ്യുന്നില്ല, ഞാൻ വെൽക്കം ചെയ്ത പണി വേറെയാണ്. ഞാൻ അല്ലെങ്കിൽ തന്നെ ഞാൻ മീഡിയക്കാരെല്ലാം വിളിച്ചു വരുത്തുന്നതാണ് പറയുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാരും ഇവിടെ ഇരിപ്പുണ്ട്. അവര് തന്നെ നിങ്ങളെ അറിയാം. ഓക്കെ, എന്തായാലും അടുത്തൊരു വർക്കിന്റെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു, ബൈ ബൈ.